തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിൻ്റെ ഒരു ബലത്തിൽ UDF കേന്ദ്രങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന വട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫെബ്രുവരി ആദ്യം അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് മുൻകൂർ അറിയിച്ചിട്ടുണ്ട്. ഈ സമീപ സമയത്തൊക്കെ കോൺഗ്രസ് അങ്ങനെ ചില മുൻപന്തിയിലെത്താറുണ്ട്. ഇപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പുകളും നടന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായി. സാധാരണ കോൺഗ്രസ്സിൽ ഏറ്റവും വൈകിയാണ് ഉണ്ടാകുന്നത്. കാരണം അവിടെ മത്സരിക്കാൻ അണികളേക്കാൾ കൂടുതൽ നേതാക്കന്മാർ ഉള്ളതുകൊണ്ട് എപ്പോഴും അക്കാര്യത്തിൽ കലഹമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ പതിവിന് വിപരീതമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇവർക്ക് നേരത്തെ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ മുന്നേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. BJP ഏതാണ്ട് ഈ മാസം പകുതിയോടുകൂടി ഒരു 36 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അടുത്ത മാസം ആദ്യത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നറിയുന്നു. അപ്പോൾ അവർക്ക് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഏറെ സമയം കിട്ടുകയാണ് ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ. UDF എന്തുകൊണ്ടും വലിയ ഒരുക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് പറയുന്നുണ്ട് മുന്നണി വിപുലീകരണം ഉണ്ട്, ആർക്കും വരാം, വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് UDF കൺവീനറും പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് TP രാമകൃഷ്ണൻ LDF കൺവീനർ ലീഗിനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അതിന് VD സതീശൻ മറുപടി കൊടുത്തു, അത് ലീഗ് അങ്ങോട്ടില്ല, CPIക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. CPIയെ ഏറ്റെടുക്കാനായിട്ട് കോൺഗ്രസ്സുകാരിങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കുകയാണ്. CPI അങ്ങനൊന്നും വിട്ടുവരുന്നവരൊന്നും അല്ലല്ലോ. കാരണം അത് ഈ വൻമരത്തിൻ്റെ ചുവട്ടിലെ തണലും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അവരുടെ അന്ത്യമെന്ന് പറയുന്നത് CPMനോടൊപ്പം തന്നെയാണ്. അതുകൊണ്ട് വെറുതെ കിടന്ന് CPIയെ വിളിക്കാവുന്നേ ഉള്ളൂ. UDF എന്തായാലും ഈ മുന്നണി വിപുലീകരണം നടത്തുന്നു. അതുപോലെ തന്നെ ഘടകകക്ഷികളും ഒക്കെ തന്നെ വളരെ ഉഷാറായിട്ട് രംഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് സീറ്റ് വിഭജനത്തിലേക്ക് UDF കടന്നിരിക്കുകയാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ UDFലെ ഒരു കേരള കോൺഗ്രസ് ഒന്നല്ല, ജോസഫ് ഉണ്ട്, ജേക്കബ് ഉണ്ട്. ജേക്കബൊക്കെ ഒന്നേ ഉള്ളൂ. ജോസഫ് വിഭാഗം, ജോസഫും ജോസ് കെ മാണി വിഭാഗവുമാണല്ലോ കേരള കോൺഗ്രസിലെ പ്രബലരായിട്ടുള്ളവർ. പിന്നെയും ധാരാളം പേരുണ്ട്, ബാക്കിയെല്ലാം ഒറ്റയാൾ പട്ടാളങ്ങളാണ്. ഇവിടെ UDFലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, അവർക്ക് നിലവിൽ 2 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ നിയമസഭയിലുള്ളത്. ഒന്ന് തൊടുപുഴയിൽ PJ ജോസഫും മറ്റൊന്ന് കടുത്തുരുത്തിയിലെ മോൻസ് ജോസഫുമാണ്. അവർ മത്സരിക്കുന്നത് 2021 വരെ മത്സരിച്ചിട്ടുള്ളത് UDF കൊടുത്തിട്ടുള്ളത് 9 സീറ്റുകളാണ്. 9 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 1 ഏറ്റുമാനൂർ, 2 കടുത്തുരുത്തി, 3 തൃക്കരിപ്പൂർ, 4 ചങ്ങനാശ്ശേരി, 5 തൊടുപുഴ, 6 ഇടുക്കി, 7 കോതമംഗലം, 8 കുട്ടനാട്, 9 തിരുവല്ല. ഈ 9 മണ്ഡലങ്ങൾ ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. പരമ്പരാഗതമായി അത്തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇക്കുറി ഇതിലെ 4 മണ്ഡലങ്ങൾ കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇക്കുറി ഘടകകക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുന്നുണ്ട്. കാരണം ഈ 10 വർഷം ഈ പുറത്തു നിന്നതിൻ്റെ ഒരു ക്ഷീണം തീർക്കണമല്ലോ, അതിനുവേണ്ടിയാണ്. പ്രത്യേകിച്ച് ലീഗ്, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്, കോൺഗ്രസുമായിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്, സീറ്റ് വെച്ചുമാറാൻ തയ്യാറാകുന്നുണ്ട്. ഘടകകക്ഷികൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാൽ അവർക്കും അവരുടെ ജയസാധ്യത ഉറപ്പാക്കുന്ന തരത്തിൽ മണ്ഡലം കൊടുക്കാനും തയ്യാറാണ്. ഇവിടെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലങ്ങൾ കോതമംഗലം, തൃക്കരിപ്പൂർ, കുട്ടനാട്, ഏറ്റുമാനൂർ. 9 മണ്ഡലങ്ങളിൽ ഈ 4 മണ്ഡലങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിന് പിന്നീട് 5 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതില് ഏറ്റുമാനൂർ മണ്ഡലം എന്ന് പറയുന്നത് അത് ഇപ്പോൾ VN വാസവൻ, മന്ത്രി VN വാസവനാണ് അവിടുത്തെ സിറ്റിംഗ് MLA.
ഈ VN വാസവൻ ഏറ്റുമാനൂരിൽ എത്തിയത് കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഭയന്നു പോയതാണ്. തിരുവഞ്ചൂരിനോട് പരാജയപ്പെട്ടു. പിന്നീട് വാസവൻ ഏറ്റുമാനൂരിലേക്ക് പോവുകയാണ് ചെയ്തത്. VN വാസവൻ അവിടെ വലിയ ഭൂരിപക്ഷമൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ഇത് അവിടെ കോൺഗ്രസിന്റെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ഇറക്കിക്കഴിഞ്ഞാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം ഏറ്റുമാനൂരിൽ എപ്പോഴും കേരള കോൺഗ്രസ് നിന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റുമാനൂരിന് പകരം ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ആവശ്യപ്പെടുന്നത് പൂഞ്ഞാർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവിടെ പൂഞ്ഞാർ ആവശ്യപ്പെട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കേരള കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതൊന്ന്. പിന്നീട് അതുകൂടാതെ കോതമംഗലം പരമ്പരാഗതമായിട്ട് കേരള കോൺഗ്രസിന്റെ കയ്യിലാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2 തവണയായിട്ട് CPM ആണ് അവിടെ സിറ്റിംഗ്. ഈ കോതമംഗലത്തിന് പകരം പെരുമ്പാവൂർ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് കേരള കോൺഗ്രസിന്. അത് ഇപ്പോൾ LDFിലും മാണി വിഭാഗത്തിന് നൽകിയിരിക്കുന്നതാണ്. LDF അവിടെ പരാജയപ്പെട്ടല്ലോ മാണി വിഭാഗം. അവിടുന്ന് ജയിച്ചിരിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയാണ്. എൽദോസ് കുന്നപ്പള്ളി ഒരുപക്ഷെ സീറ്റ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനിയും കണ്ടറിയണം. ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളിയെ ഒതുക്കുന്നതിന് വേണ്ടിയാണോ ഈ കേരള കോൺഗ്രസിന് ഈ കോതമംഗലത്തിന് പകരം പെരുമ്പാവൂർ കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നതും സംശയമുണ്ട്. ഈ എന്തുകൊണ്ടാണ് ജോസഫ് വിഭാഗത്തിന് സീറ്റുകൾ പിടിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചാൽ പലയിടങ്ങളിൽ ഇവർ വേണ്ട തരത്തിലുള്ള സംഘടനാ ശേഷി ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പ് വലിയ വെല്ലുവിളി നേരിടാൻ പോവുകയാണ്. ഈ ഇത്തരത്തിലുള്ള സീറ്റുകളൊക്കെ നഷ്ടപ്പെടുമെന്ന് ജോസഫ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജോസ് കെ മാണിയുടെ വരവിനെ ഒക്കെ തടയിട്ടത്. ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ കൂടുതൽ സീറ്റ് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂര്. അവിടെ കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമില്ലാത്ത ഇടമാണ്. കേരള കോൺഗ്രസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നല്ല മികച്ച ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി കഴിഞ്ഞാൽ ഈ തൃക്കരിപ്പൂർ പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. കോൺഗ്രസിന് വേരോട്ടമുള്ള ഇടങ്ങളിൽ ആണ് ഈ സീറ്റുകൾ പിടിച്ചെടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് കേരള കോൺഗ്രസിന്റെ കൈവശമാണ് ഇരിക്കുന്നത്. അത് പിടിച്ചെടുക്കണമെന്ന് ആലപ്പുഴ DCC ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരിക്കലും വിജയസാധ്യത കാണിക്കാത്ത ഇടമായി കുട്ടനാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃക്കരിപ്പൂരും കുട്ടനാടും കോതമംഗലവും ഏറ്റുമാനൂരും ഇവരുടെ കൈവശം നിന്ന് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. ജോസഫ് ഗ്രൂപ്പിനകത്തായാലും അതുപോലെ തന്നെ UDFിലെ പല ഘടകകക്ഷികൾക്കും ഇത്തരത്തിലുള്ള ചെറിയ സീറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ചില ഘടകകക്ഷികൾക്ക് ഈ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടുള്ള അവരുടെ സീറ്റുകൾ പോലും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ സീറ്റ് നഷ്ടപ്പെടാൻ ഇടയുള്ള കുറയ്ക്കാൻ പോകുന്നത് UDFിലെ മറ്റൊരു ഘടകകക്ഷിയായ RSPക്കാണ്. അവർക്കും ഇത്തരത്തിൽ സീറ്റ് കുറയാനുള്ള സാധ്യതയാണ്. അത് കോൺഗ്രസ് പിടിച്ചെടുക്കും എന്നാണ് അറിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.